ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തയ്ക്ക് വേണ്ടി വേഷം മാറി വന്ന കഥ കേട്ടാലോ? ഒരിക്കൽ ഗോലോകനാഥനായ ശ്രീകൃഷ്ണന്റെ ഹൃദയം ഒരു ഭക്തയുടെ ദുഃഖം കണ്ട് ഉരുകിപ്പോയി. തന്റെ ഭക്തയായ ഒരു സ്ത്രീ മുറിയിൽ ഇരുമ്പു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വിശപ്പും ദാഹവും സഹിച്ച് കഴിയുന്നത് അദ്ദേഹം കണ്ടു. തന്റെ ഭക്തയുടെ ക്രൂരയായ പതിമാതാവ് വടിയോങ്ങി അവളെ പ്രഹരിക്കുമായിരുന്നു. പതിമാതാവ് അവളോട് ഇപ്രകാരം പറഞ്ഞു: ക്ഷേത്ര ദർശനത്തിന് പോകാൻ നിനക്ക് വലിയ വെമ്പലാണല്ലോ. എന്നാൽ പൊയ്ക്കോളൂ. ഈ തൂണിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചാൽ നിന്റെ അന്ത്യം എന്റെ കൈകൾ കൊണ്ടായിരിക്കുമെന്ന്. തന്റെ ഭക്തയ്ക്ക് വേണ്ടി ലോകനാഥനായ ഭഗവാൻ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ചെയ്തു. ഭഗവാൻ സ്വയം ഒരു ദാസിയായി മാറി മാസങ്ങളോളം ഒരു ക്രൂരയായ സ്ത്രീയുടെ ചീത്തവിളികൾ കേട്ടും എച്ചിൽ പാത്രം കഴുകിയും മർദ്ദനം സഹിച്ചും ഭഗവാൻ അവിടെ കഴിഞ്ഞു. എന്തിനായിരുന്നു ഭഗവാൻ ഒരു ദാസിയായി വേഷം മാറിയത്? മഹാരാഷ്ട്രയിലെ ഭക്ത സക്കുബായിയുടെ കഥയാണിത്. സക്കുബായിക്ക് വിട്ടല ഭഗവാൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു എല്ലാം. എന്നാൽ അവളുടെ പതിമാതാവ് വളരെ ക്രൂരയായിരുന്നു. പകൽ മുഴുവൻ സക്കുബായിയെ തല്ലുകയും ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. ഭഗവാന്റെ നാമം ജപിക്കുവാൻ പോലും അവർ സമ്മതിച്ചിരുന്നില്ല. ഒരു ദിവസം സക്കുബായി പറഞ്ഞു: എനിക്ക് തീർത്ഥാടനത്തിന് പോകണം. ഇത് കേട്ട് കോപിഷ്ഠയായ പതിമാതാവ് സക്കുബായിയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചു തൂണിൽ കെട്ടിയിട്ടു. കയറുകൊണ്ട് മുറുക്കി അവരുടെ കൈകളിൽ നിന്നും രക്തം പൊടിയാൻ തുടങ്ങി. പതിമാതാവ് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു: നീ ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ അപമാനമാണ്. ഇത് കേട്ട് വിഷമിച്ച് സക്കുബായി ശ്രീകൃഷ്ണ ഭഗവാനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു: ശ്രീകൃഷ്ണ ഭഗവാനെ, എന്നെ ഈ നരകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നില്ലേ? പെട്ടെന്ന് ആ മുറിക്കുള്ളിൽ ഒരു പ്രകാശം പരന്നു. ലളിതമായി വേഷം ധരിച്ച ഒരു സ്ത്രീ സക്കുബായിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ കെട്ടുകൾ അഴിച്ചുകൊണ്ട് പറഞ്ഞു: പുത്രി, നീ ക്ഷേത്രത്തിൽ പോയിക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അതൊരു അയൽവാസിയാണെന്ന് കരുതി സക്കുബായി തീർത്ഥാടനത്തിന് പോയി. എന്നാൽ വന്നത് സാധാരണ സ്ത്രീ ആയിരുന്നില്ല, ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. ഭഗവാൻ സക്കുബായിക്ക് പകരം സക്കുബായിയുടെ അതേ രൂപത്തിൽ ആ തൂണിൽ കെട്ടപ്പെട്ട് നിന്നു. അടുത്ത ദിവസം പതിമാതാവ് വന്ന് സക്കുബായിയുടെ വേഷത്തിലുള്ള ഭഗവാനെ അടിക്കുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു. എന്നാൽ ഭഗവാൻ ഒന്നും തന്നെ മിണ്ടിയില്ല. എച്ചിൽ പാത്രങ്ങൾ മുഖത്തേക്കെറിഞ്ഞു. എന്നിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടുജോലികൾ എല്ലാം ചെയ്തു. മാസങ്ങളോളം ആ അധിക്ഷേപങ്ങളെല്ലാം സഹിച്ച് ഭഗവാൻ അവിടെ തന്നെ കഴിഞ്ഞു. അതേസമയം യഥാർത്ഥ സക്കുബായി ആണെങ്കിലോ, ഭഗവാന്റെ ദർശനത്തിൽ മുഴുകി ഭക്തിയുടെ പാരമ്യത്തിൽ അവൾ അവിടെ തന്നെ ശരീരം വെടിഞ്ഞു. ഇതറിഞ്ഞ രുക്മിണി ദേവി പരിഭ്രാന്തയായി. ഭക്ത മരിച്ചാൽ ഭഗവാൻ എന്നും സക്കുബായിയുടെ വീട്ടിൽ വേഷം കെട്ടി ആ വീട്ടിൽ കഴിയേണ്ടി വരും. രുക്മിണി ദേവി ഉടനെ തന്നെ സക്കുബായിയുടെ ചിതാഭസ്മത്തിൽ നിന്നും അവളെ പുനർജീവിപ്പിച്ചു. സക്കുബായി മരിച്ചത് കണ്ടുനിന്ന ഭക്തർ വീട്ടുകാരെയും നാട്ടുകാരെയും കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നത് ആരാണ്? ചോദ്യമുയർന്നു. സത്യം പുറത്തു വന്നപ്പോൾ പതിമാതാവ് ഭയന്നുപോയി. തുടർന്നവർ വീട്ടിലുള്ള സക്കുബായിയെ നോക്കി. എന്നാൽ താൻ അടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത സക്കുബായിയുടെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യമായ നീലപ്രകാശം പുറത്തു വരുന്നത് അവർ കണ്ടു. ആ സമയം രുക്മിണി ദേവി പുനർജീവിപ്പിച്ച യഥാർത്ഥ സക്കുബായി വീട്ടിൽ തിരിച്ചെത്തി. എന്നാൽ ആ നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന സക്കുബായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ നിമിഷം അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ പുറത്ത് അടികൊണ്ട പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഭഗവാൻ പറഞ്ഞു: മാതേ, നിങ്ങൾ ഇത്രയും കാലം തല്ലിയത് സക്കുബായിയെയല്ല, എന്നെ ആയിരുന്നു. എന്റെ ഭക്തയുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ സേവകനായി മാറി. പാണ്ഡർപൂർ ക്ഷേത്രത്തിൽ ചരിത്രത്തിൽ എന്നും ഈ കഥ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഭഗവാന് തന്റെ ഭക്തരോടുള്ള സ്നേഹം. ഭഗവാൻ തന്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾക്കും ഭഗവാന്റെ സ്നേഹം ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? ഭക്തി ശുദ്ധമാണെങ്കിൽ ഭഗവാൻ പോലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെടാൻ തയ്യാറാകും എന്നതാണ് ഈ കഥയുടെ സന്ദേശം. വിട്ടല ഭഗവാന്റെയും സക്കുബായിയുടെയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. നാരായണായേ ഇത് സമർപ്പയാം.